മലപ്പുറത്ത് ക്ഷേത്രങ്ങൾ കയ്യേറുന്നത് തുടർക്കഥയാവുകയാണ്. പെരിന്തൽമണ്ണ അരക്കുപറമ്പ് താനാക്കുറിശി ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രവും സ്വകാര്യ വ്യക്തികൾ കയ്യേറി. ക്ഷേത്രം തിരിച്ചുപിടിക്കാനുള്ള നിയമ പോരാട്ടത്തിലാണ് വിശ്വാസികൾ. ജനം ബിഗ് ബ്രേക്കിംഗ്. മലപ്പുറം ജില്ലയിൽ ഓരോ ക്ഷേത്രവും കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ക്ഷേത്രഭൂമികൾ തിരിച്ചുപിടിക്കാൻ ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ് ഭക്തർ. പെരിന്തൽമണ്ണ അരക്കുപറമ്പ് താനാക്കുറിശി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രവും സ്വകാര്യ വ്യക്തി കയ്യേറി. ക്ഷേത്രം പൂർണ്ണമായും JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. ചുറ്റുമുള്ള സ്ഥലം വാങ്ങിയതിനു ശേഷം ക്ഷേത്രഭൂമിയും കയ്യേറുകയായിരുന്നു. തിരിച്ചറിയാതിരിക്കാൻ ക്ഷേത്രവും വിഗ്രഹവുമെല്ലാം ഇടിച്ചു നിരത്തി. ഒരു സ്വകാര്യ വ്യക്തി കയ്യേറി. ഇതിന്റെ പുറത്തുള്ള സ്ഥലമൊക്കെ അയാൾക്ക് രേഖാമൂലം കൊടുത്തിട്ടുണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. എന്തായാലും ഈ 50 സെന്റ് സ്ഥലം നീക്കിയ ഭൂമിയാണ്, നീതി കെട്ടാത്ത ഭൂമിയാണ്. ശ്രീകോവിലിന്റെ തറയും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീകോവിലൊക്കെ പൊളിഞ്ഞു പോയി. അങ്ങനെ സോപാനം, തറ, 2 കിണർ, ഒരു കുളം എല്ലാം ഇതിലുണ്ടായിരുന്നു. ഇതെല്ലാം JCBക്ക് വെച്ച് തകർത്തു. ഇതിന്റെ അടിയിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ. പ്രദേശത്ത് ഹിന്ദു വിശ്വാസികൾ കുറവായതാണ് കയ്യേറ്റക്കാർക്ക് തുണയായത്. ക്ഷേത്രം തിരിച്ചുപിടിക്കാനുള്ള നിയമ പോരാട്ടത്തിലാണ് വിശ്വാസികൾ. ഒരു 4 പ്രാവശ്യമെങ്കിലും നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നിട്ടുണ്ട്. അനുകൂലമായിട്ട് വിധി വരുമ്പോഴൊക്കെ ഇവര് അന്ന് ആ കേസിന്റെ ഫൈനൽ ഇത് വരുന്ന സമയത്ത് അവർ ഹാജരാവാതെ രണ്ടാമത് ഹോസ്പിറ്റലായിരുന്ന കുറെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കി രണ്ടാമതും കേസ് ഫയൽ ചെയ്യും. അങ്ങനെ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടുപോവാണ്. 50 സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തകർത്തത്. പെരിന്തൽമണ്ണ കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ട്. 18 വർഷം മുൻപാണ് ഭക്തർ നിയമ പോരാട്ടവുമായി രംഗത്തെത്തിയത്. 4 തവണ അനുകൂല വിധി വന്നു. എന്നിട്ടും ക്ഷേത്രഭൂമി വിട്ടു നൽകാൻ സ്വകാര്യ വ്യക്തികൾ തയ്യാറായിട്ടില്ല. എനിക്ക് പുറകിൽ കാണുന്ന കാട് പിടിച്ച ഈ സ്ഥലത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. പക്ഷേ സ്വകാര്യ വ്യക്തികൾ അത് കയ്യേറി. ഇപ്പോൾ ഈ ക്ഷേത്രം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ക്യാമറമാൻ പ്രശോഭ് കുറ്റിയിലിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.